ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദോ. ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ. അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ, ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക. ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാഴവും പറഞ്ഞ കൊള്ളവർഷം 1200 ആണ്ട് മീനമാസം 30-ന്, അതായത് 13/4/2025 രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദത്തില് നമ്മുടെ രവിസംഗമം അല്ലെങ്കിൽ മേട രവിസംഗമം അല്ലെങ്കിൽ വിഷു സംഗമം എന്ന് പറയാം. ഓക്കെ, തുലാംകൂറിലായിരുന്നു അല്ലെ. തുലാംകൂറിലെ ചോതി 1-ാം പാദത്തിലാണ് നമുക്ക് ഈ തവണ എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത്. അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെങ്കിൽ വിഷു തൊട്ട് ഒരു വർഷത്തേക്ക് ഈ 1200 എന്താണ് മേടം 1 മുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത്, എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്നെ വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഉത്രാട നക്ഷത്രക്കാരല്ലേ, ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വിഷു ഫലത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം, നിറയെ മാറ്റങ്ങൾ നിറഞ്ഞൊരു വർഷം തന്നെയായിരിക്കും കേട്ടോ വിഷു ഫലം. വിഷു കാലം കഴിയുമ്പോൾ തൊട്ട് ഒരു വർഷക്കാലം എന്ന് പറയുക. അപ്പൊ നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാം. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ജോലി സ്ഥിരതയില്ലാതെ ടെമ്പററി പോസ്റ്റിലൊക്കെ നിന്നവർക്ക് അത് പെർമനന്റ് പോസ്റ്റായി മാറണം, അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടുന്ന ഒരു ജോലിയൊക്കെ ലഭിക്കാനൊക്കെ സാധ്യത കാണുന്ന ഒരു വർഷം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. ബിസിനസ്സുകാർക്ക് നല്ലൊരു ഉയർച്ച കാണുന്ന സമയമാണ്. ബിസിനസ് കാര്യങ്ങളിൽ പുരോഗതി, സെയിൽസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവാം. നമ്മുടെ ബിസിനസ്സിനുള്ളിലുള്ള ആളുകളുമായിട്ട് കുറച്ചുകൂടി ഒരു നല്ല കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനം നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം തോന്നും എന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നൊരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായി വർക്ക് ചെയ്യും അല്ലേ. എനിക്ക് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്റെ സ്ഥാപനമാണ് തോന്നിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് വേണ്ടി നന്നായി നമ്മൾ പരിശ്രമിക്കും അല്ലേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ പറയാ, ആ സ്ഥാപനത്തിന് നല്ലതാണ്, അതില് സ്ഥാപനം നന്നാകുമ്പോൾ അതിന്റെ ജോലിക്കാർക്കും എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ, ഉത്രാട നക്ഷത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ എന്ത് ചെയ്യാ എംപ്ലോയീസിനും അതനുസരിച്ച് ബെനിഫിറ്റ് കൊടുക്കാം. അപ്പൊ അവർക്കും നിങ്ങളുടെ കമ്പനി അവസ്ഥ മനസ്സിലാക്കി പോകാൻ പറ്റും. സോ ഞാൻ ആ കമ്പനിക്ക് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്താൽ എനിക്ക് അനുസരിച്ച് ബെനിഫിറ്റ് കിട്ടും. സാലറിക്ക് അപ്പുറം എന്താണ് എനിക്ക് എക്സ്ട്രാ ഇൻക്രിമെന്റ് ബോണസ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ കമ്പനി എത്രമാത്രം ഡെവലപ്പ് ആണോ നമ്മളും അതുമാത്രം ഡെവലപ്പ് ആവണം എംപ്ലോയീസും വിചാരിക്കും. സോ കമ്പനിക്ക് വേണ്ടി നന്നായി വർക്ക് ചെയ്യും, ഓട്ടോമാറ്റിക് നമ്മുടെ കമ്പനിയും ബൂസ്റ്റ് ആയി വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വിദേശ യാത്രയൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് ശ്രമിക്കാം. പ്രൊമോഷൻ കാര്യങ്ങൾ നോക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ നമ്മൾ കൃത്യമായ ഗൗരവമായ എന്താണ് നിയന്ത്രണം വേണം. കൃത്യമായ നമ്മൾ ഓരോ രൂപ പോകുമ്പോഴും കൃത്യമായ കണക്കുണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ പറയാല്ലേ ചായ ആറ്റിക്കളഞ്ഞാലും അലന്ന് കളയെന്ന് പറയുന്ന സംഭവം പോലെ പൈസ ഓരോ രീതിയിലും വിനിയോഗിക്കുന്ന കൃത്യമായിട്ട് എഴുതി വെക്കുക, കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ മാസത്തെ ഓരോ ആഴ്ചത്തെ കൃത്യമായിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്ന് ഞാൻ ചെയ്തതിൽ ഏതൊക്കെയാണ് വേണ്ടാത്ത ചെലവ്, ഏതൊക്കെയാണ് വേണ്ട ചെലവ്, ആവശ്യത്തിന് ഏതാണ് ചുമ്മാ നമ്മള് നോക്കി വാൺസ് നീഡ്സ് നമുക്ക് വ്യത്യാസം അറിയാലോ. സോ അതേപോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പൊ അതുപോലെ കർശനമായ ഒരു നിയന്ത്രണം നിങ്ങളുടെ ചെലവില് വരുത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. നമ്മുടെ ഭാവി ജീവിതത്തിന് ഭയങ്കര ഉത്തമമായിരിക്കും. അതുപോലെ അനാവശ്യമായ കടങ്ങളൊക്കെ വാങ്ങി കൂട്ടാതിരിക്കുക. അങ്ങനെ ഏതിനൊക്കെ കടങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കറക്റ്റ് പ്ലാൻ ഉപയോഗിച്ച കടത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, ഏതൊക്കെ രീതിയിലാണ് വരുമാനം കൂടുതൽ നേടാൻ സാധിക്കുക, ഓക്കെ, അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായ ഒരു പ്ലാനും അജണ്ടയും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ വർഷം നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കൃത്യമായ പ്ലാൻ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഈ ലൈഫ് ഇങ്ങനെ താഴത്തോട്ട് പോരും. ഓക്കെ, കൃത്യമായ പ്ലാൻ ആണ് ഈ ഒരു ടൈമിൽ നിങ്ങളെ രക്ഷിക്കുന്നത്. നല്ല പ്ലാൻ ഉണ്ടോ നല്ല വർഷമാണിത്, പ്ലാൻ ഇല്ലേ ഈ വർഷം പോയി. ഓക്കെ, അപ്പം സാമ്പത്തിക കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന വളരെ ഉത്തമമായിരിക്കും. കാരണം ആ ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന അടിപൊളിയായി മാറും. ഓക്കെ, കൃത്യമായ പ്ലാനിലൂടെ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണും കേട്ടോ. അതുപോലെ ഫാമിലി അതുപോലെ കുടുംബ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിലൊക്കെ കൂടുതലായിട്ടൊരു പരസ്പരം നല്ലൊരു സ്നേഹം വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സെൽഫായിട്ടൊന്ന് ലവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.
നിങ്ങൾ ആ പങ്കാളിയെ ലവ് ചെയ്യണം, സ്നേഹിക്കണം, അതൊക്കെ ഓക്കെയാണ്. നിങ്ങൾ സെൽഫ് ലവും കൂടി കൊടുക്കുക. ഓക്കെ, സെൽഫ് ലവ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്ട് അത്യാവശ്യമായിട്ട് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. പലരും അത് പല സന്ദർഭങ്ങളിലും വിട്ടുകളയുന്നുണ്ട്. സോ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ആവശ്യമായി മനസ്സിലാക്കുക. അപ്പൊ മാത്രം നമുക്ക് എന്താണ് നമ്മുടെ കുടുംബജീവിതമായാലും ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന മുമ്പ് ഒന്ന് ശ്രദ്ധിച്ച് നന്നായി ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് ശുഭമാണെങ്കിൽ ശുഭമായിട്ടുള്ള ചില സൂചനകളൊക്കെ നമുക്ക് ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ പ്രണയബന്ധങ്ങളിലൊക്കെ കുറച്ചുകൂടി ദൃഢത വരാൻ, നിങ്ങളുടെ പങ്കാളിയെ അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിനിയെ അല്ലെങ്കിൽ പ്രണയിനെ എന്താണ് കാമുകനെ കാമുകിയൊക്കെ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ നിങ്ങളുടെ ബന്ധത്തിൽ കുറച്ചുകൂടി ഒരു ദൃഢതയൊക്കെ വരാൻ സാധ്യത കാണുന്ന സമയമാണ് കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. മത്സര പരീക്ഷയിലൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. നമുക്ക് ശാന്ത മനസ്സോടെ പഠനത്തിലൊക്കെ ഏകാദിച്ച് ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റോടെ ഫോക്കസോടെ പഠിക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും കേട്ടോ. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ, ചെറിയ ഫോർകാസ്റ്റേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങളൊന്ന് പഠനത്തെ കേന്ദ്രീകരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കും കേട്ടോ. ആരോഗ്യ സമയം നോക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലാത്ത ടൈം തന്നെയാണ്. പക്ഷെ ഇവിടെ മധുര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മധുര ആഹാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതൊക്കെ ഉത്തമമായിട്ടൊരു കാര്യമാണ്. അതുപോലെ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പരിക്ക്, ചതവ്, നീര് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപകട സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. എന്നിരുന്നാൽ പോലും വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ ഉത്തമമാണ്. യാത്രയിൽ ഒന്ന് ശ്രദ്ധിച്ച് ഓരോ യാത്രകൾ പോകുമ്പോഴും ശ്രദ്ധിച്ച് ജാഗ്രതയോടെ പോകുന്നതായിരിക്കും ഇച്ചിരി ഉത്തമം എന്ന് പറയുന്നത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് യോഗ, ധ്യാനം ഒക്കെ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പരിഹാരമായിട്ട് എന്താണ് ചെയ്തത്, ദോഷങ്ങൾക്കുള്ള പരിഹാരമായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കാന്ന് വെച്ചാൽ വ്യാഴാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. നമ്മുടെ ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനം, നമുക്ക് അടുത്തുള്ള ക്ഷേത്രം, ഏതെങ്കിലുമൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ ഈ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും നടത്തുക വേറെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാട് കഴിപ്പിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ് പാരായണം ചെയ്ത് ഉത്തമമാണ്. അത് നമുക്ക് ആഴ്ചയിൽ ഒന്ന് എന്ന രീതിയിലോ അല്ലെങ്കിൽ നിത്യേന നമുക്ക് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒന്ന് ചെയ്താലും മതിയാവും കേട്ടോ. വ്യാഴാഴ്ച ദിവസം അന്നദാനം നടത്തുന്ന ഉത്തമമാണ്. അന്നദാനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സന്തോഷത്തോടെ തൃപ്തിയോടെ നമുക്ക് എത്ര പേർക്കാണ് കൊടുക്കാൻ പറ്റുന്നത് അത്ര കൊടുക്കുക. ഓക്കെ, എന്നുവെച്ചാൽ ഇത്രയും പൈസ പോലോ എന്ന് ചിന്തിച്ചൊരു ഇത് കൊടുക്കല്, സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റുന്ന അത് കൊടുക്കുക. അർഹതപ്പെട്ടവർക്ക് അന്നദാനം നടത്തുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നിത്യേന മഹാലക്ഷ്മി മന്ത്രമൊക്കെ ജപിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ സൽചിന്തയോടെ, സൽപ്രവൃത്തിയോടെ, ആത്മവിശ്വാസത്തോടെ, ദൈവവിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് വിഷുഫലം എന്ന് പറയുന്നത്. നമ്മുടെ പേരും നക്ഷത്രം താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ താഴെ പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ അതിൽ ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേരും നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക. കാരണം അറിയാലോ, നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുന്ന ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന് ഇരട്ടി പവർ കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയിരിക്കും. ഈശ്വരനിലേക്ക് പെട്ടെന്ന് അത് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു. അപ്പൊ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം, കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികം. കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും. ദോഷഫലങ്ങൾ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒക്കെ അത് നോർമലാണ്, നമ്മൾ ഹ്യൂമൻസ് ആണ്, ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവർ ആക്കല്ല, ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് എഫക്റ്റ് വരും. അപ്പം നമ്മൾ ഈ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട, ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പിടിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഷുഫലത്തിലെ പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെമീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലം നമ്മൾ 27 നക്ഷത്രഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്തിനാ ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക. അത് പൂർണ്ണമായിട്ടും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിൽ ഒന്നോ രണ്ടോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം എന്താണ്, ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോൾ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ വിഷുഫലം റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം, പരിഹാരങ്ങൾ കൂടെ വേണം. പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ്. കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല, പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ പരിഹാരങ്ങളും വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം
തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നലുണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായത്. സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെയ്യാൻ പറ്റും ചെയ്യും. അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന എന്നുവെച്ചാൽ ഒന്നും ചെയ്യാതെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ യഥാശക്തി എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുക. കാരണം ഒരു ഈശ്വരാധീനം ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ്റെ കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞത് ഞാൻ ഇത്രയും ഇതുണ്ട്, അമ്പലങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, മുടങ്ങാതെ എല്ലാ മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈശ്വരന് കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെ സങ്കടത്തോടെ കൊടുക്കില്ല. നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ. കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്തികം നമുക്ക് തന്നതാരാ? ഈശ്വരനാണ്. അപ്പൊ നമ്മൾ അത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ പൈസയുടെ കാര്യം, എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം കടയിൽ പോയി മേടിക്കുന്നു, അപ്പൊ അതിന് ഇത്രയും പൈസ ആയാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ മേടിക്കേണ്ട. പക്ഷെ പൈസ കൂടുതലാണല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യില്ല, അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലെ. അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ്. അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ. കാരണം എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും. മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് വലിയ പ്രത്യേകിച്ച് തോന്നുമല്ലോ, എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ്. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല, ഓക്കെ, ഇങ്ങനൊരു ടീം കൂടിയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ, പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ, ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബിൽ വന്നു കഴിയുമ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ മാസവും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും. അത് എന്താണ്, അതുപോലെ തന്നെ മറ്റ് അനവധി വെബിനാർസ് ഉണ്ടാവും. നമ്മൾക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ, പവേഴ്സ് ക്ലബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല. പെയ്ഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷണൽ കാര്യങ്ങൾ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നോർമലി ഒരു കോൾ കണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട്. പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, പ്രത്യേക ഓഫർ കിട്ടും. 24 മണിക്കൂറുകൾക്ക് 2 മണിക്കൂർ നേരത്തേക്ക് 1/2 മണിക്കൂറുകൾക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല. ഓക്കെ, അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകും. വെബിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. കൺസൾട്ടേഷൻ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് വെച്ചാൽ ഒരു ഫാമിലി പോലെയാണ്. അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്നുവെച്ചാൽ കൊച്ചു കുട്ടികളിരുന്നാൽ പോലും അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഒരു 6 to 7 വെബിനാർസ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബിന്റെ ഭാഗമായിട്ട്. ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് നിർത്താൻ വേണ്ടി നിന്നാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ ആളുകൾ ജോയിൻ ചെയ്തപ്പോൾ അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം. നമ്മുടെ പവേഴ്സ് ക്ലബിൽ നിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചോദിച്ചാൽ മതി. എല്ലാവരും ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ റെഗുലേഷൻസും ഉണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക, അത്ര മാത്രം കേട്ടോ. അപ്പം ഈ ഒരു വിഷുകാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. ഓക്കെ, സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. അപ്പൊ നല്ല ഒരു വർഷമാവട്ടെ നമുക്ക് ഈ ഒരു വിഷുകാലം എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ.